എന്നാ നടന്നേടാ? എന്നാ മേതുട്ടി ഒരു അടിയെ പൊട്ടുന്നെല്ലാം കേട്ടു. മേതുട്ടി എന്താ സംഭവിച്ചേ? അടി കൊണ്ട് ആളോട് എന്ന് ചോദിച്ചു നോക്കാം. എന്താന്ന് മണിക്കൂട്ടാ സംഭവിച്ചേ? സംഭവം ഞാൻ തന്നെ പറയാം. എന്നാല് മണിക്കുട്ടൻ ബോക്സിങ്ങിന് ചേർന്നു. എവിടെ? സ്കൂളിൽ. അപ്പം ഒരുപാട് അന്ന് നമ്മള് കഴിഞ്ഞ ബ്ലോഗിലായിട്ടും പറഞ്ഞതാന്നല്ലേ. അപ്പം സ്കേറ്റിന് ചേരാന്ന് പറഞ്ഞിട്ടാ നിന്നിട്ടുണ്ടായിരുന്നത്. അടികൂടല്ല. ഒരു മിനിറ്റ് നമ്മൾ പറഞ്ഞു തരട്ടെ. അത് വരെ അടികൂടല്ല. അമ്മാമ ഇങ്ങനെ അവിടെ കാണിയായിട്ട് നോക്കി നിന്നിട്ടാ ദൂരം. പഠിക്കാനും കിറ്റിനും എല്ലാം കൂടെ നല്ല പൈസയാ. അപ്പൊ ഇവള് സ്കേറ്റിങ്ങിന് പോയി. അതുകൊണ്ട് മണിക്കൂട്ടൻ സ്വയം തീരുമാനിച്ച എനിക്ക് ബോക്സിംഗ് മതി. ആ ബോക്സിംഗ് ആണ് ഇപ്പൊ ഇവിടെ കണ്ടത്. എന്നിട്ട് ആ ബോക്സിംഗ് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ബോക്സിംഗ് എടുത്ത് കാണിക്കും മേതുട്ടി കൈ മടക്കി ഒന്ന് കൊടുത്തു. അപ്പൊ ഓന്റെ ബോക്സിംഗ് ഇവിടെ നിന്നു. എങ്ങനെയുണ്ട് അമ്മാമ ദൂരത്ത് ഇങ്ങനെ നോക്കിക്കുന്നു. അല്ല മാമേ? അയ്യോ മതി. അല്ലല്ല, ബോക്സിക്ക് മാറിയിട്ട് നാടന്തല്ലായി. താമസിക്കല വെറുതെ ഓളെടുക്കുന്ന നീ മേടിച്ചു വിട്ടണ്ട കേട്ടാ. ഓള് കരയുന്നു. നീ പിന്നെ ഓളെ കറിയ കുഞ്ഞു വേണ്ടല്ലോ, നിനക്ക് കിട്ടിയില്ലേ? എന്തോ പറയുന്നുണ്ട് അവിടെ. എന്തെന്നാണ് എന്റെ മേതുട്ടിക്കാരനു കേട്ടാ. പിന്നെ കിട്ടൂലെങ്കിൽ ബോക്സിംഗ് എടുത്തിട്ട് പോണ. നിന്റെ പല്ലിളകി പോയിനി. ഒന്നുകൂടി കിട്ടുന്നില്ല. അല്ല ഇനി ആദ്യമല്ലേ അപ്പൊ മേതുട്ടി സ്കേറ്റിങ്ങിനാ കൂടി. സ്കേറ്റിങ്ങിനല്ലേ പറയല്? അപ്പൊ ഇനി ബോക്സിംഗ് മേടിച്ചാലൊന്നും സമയമില്ല. അപ്പൊ ഇന്ന് നമ്മള് പോന്ന് മണിക്കൂട്ടന്റെ മുടിയെല്ലാം മുറിച്ച് മണിക്കൂട്ടനെ ഒരു സുന്ദര കുട്ടപ്പനാക്കാൻ വേണ്ടിട്ടാണ്. എങ്ങനെ മേതോക്കിനെ ഇന്ന് ഒരു ഫസ്റ്റ് ക്ലാസ്സിന് ഇപ്പൊ പോയതേ ഇല്ല കേട്ടോ. മണിക്കൂട്ടനെ നോക്കറ ആ ഒരു ഇതാ കാണിച്ചു കൊടുത്തത്. എന്റെ അമ്മേ മണിക്കൂട്ട ആയില്ല. മണിക്കൂട്ട ഇന്ന് മാഷ് കാണിച്ചു കൊടുത്തേ ഇല്ലു. കാണിച്ചു തന്നേയില്ല അല്ലേ? അപ്പൊ മണിക്കൂട്ടിന്റെ അവിടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു പോലും പിന്നെ കൊതുകിന്റെ ഇതാണ് വന്നിരിക്കുന്നുണ്ട്. കൊതുകിന് ഇപ്പൊ പേടിയേ ഇല്ല കേട്ടാ. ഇപ്പൊ ഡയറക്റ്റ് വന്നിട്ട് അടിച്ചു കൊല്ലുന്നുണ്ടോ കൊന്നോന്നാ പറഞ്ഞേ. ഞാൻ രക്തം കുടിച്ചിട്ടേ അടങ്ങുന്നു. അതാ നിന്റെ ബൂത്തെല്ലാം വന്നിരിക്കുന്ന. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് മണിക്കൂട്ടിനോട് ഇനി മുടി മുറിച്ചിട്ടേ ക്ലാസ് കയറണ്ടോന്ന് പറഞ്ഞു. അല്ല മണിയാ? ഏത് മിസ്സാ പറഞ്ഞേ? വിജന ബസ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മണിക്കൂട്ടിനെയും കൊണ്ട് മുടി മുറിക്കാൻ പോകും. ഇന്നലെ മിനിയാന്ന് വിചാരിച്ചതാണ് മുടി മുറിക്കാൻ പോവാന്ന്. പിന്നെ ഓരോന്നിൽ പോയി പിന്നെ അതാടെ നീട്ടി കൊണ്ടുവന്നു. ഇന്ന് വെള്ളിയാഴ്ച വിചാരിച്ച സമയമുണ്ട് മുറിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മേതുട്ടീനെ ഫുള്ള് മൊട്ടയടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മേതുട്ടിക്ക് രാവിലെ എനിക്ക് പറ്റുന്നില്ല രണ്ടു ഭാഗത്തൊന്നും കെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട്. അടിയെ മുറിച്ചു. നിന്റെ പ്രതികരണം എന്താണ്? അമ്മ ഇപ്പൊ മൊട്ടയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാ പോകുന്നത്. അതന്നെ പറയുന്നു. അമ്മേന്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന വലിയ പരാതി ഉണ്ട്. ഇപ്പൊ മൊട്ട ആയിക്കോളും. അച്ഛനും കേട്ടോ. അച്ഛൻ ഓൾമോസ്റ്റ് ആയി. അച്ഛൻ അങ്ങനെയായാലും പോകുന്നുണ്ട്. അച്ഛന് പിന്നെ വയസ്സായല്ലോ. അച്ഛന് വയസ്സായില്ലേ? പിന്നെ വയസ്സും പ്രായമുള്ള മുടിയും കൊഴിയും. സന്തൂർ മമ്മി കഴിഞ്ഞൊരു നമ്മളെ കഴിഞ്ഞ വീഡിയോയില് പരസ്യത്തിൽ പറഞ്ഞില്ലേ സന്തൂർ മമ്മി എന്ന് പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞൊരു വീഡിയോയില് നമ്മള് ഏതൊരു വീഡിയോ എടുക്കുമ്പോ അത് ഇട്ടത് നമ്മുടെ ആ ഒരു ഡോക്ടർ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതില്. നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ മുടി മുറിക്കാൻ വേണ്ടി പോവാണ്.
ഇവിടുത്തെ വീട്ടിൽ പോവാ. അമ്മമ്മ ഇടിങ്ങനെ അമ്മമ്മ എന്നമ്മ പറയുന്നു അമ്മമ്മ മുടി പിടിക്കുന്നത് അമ്മമ്മക്ക് മുടി പിടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അമ്മമ്മ ഇവിടെ വീട്ടിലുണ്ടാവും. നമ്മൾ പോയിട്ട് മുടി മുറിച്ചിട്ട് വരികയാണ് ഗായ്സ്. വാ ഇരുട്ടായി പോവാ. മേതൂട്ടി അപ്പൊ ഡീല് പറഞ്ഞതുപോലെ തന്നെയല്ലേ നിന്റെ മുടി മൊട്ടയടിക്കാന്നുള്ളത്. പിന്നെ രാവിലെ എനക്കാവൂല മുടിയൊന്നും കെട്ടിത്തരാൻ. നാളെ സ്കൂളിലെ സീനായിട്ട് മൊട്ടയടിക്കാല്ലേ നമുക്ക്. പോന്ന വൈക്ക് ഇപ്പൊ മൊത്തം ഫ്ലെക്സ് തന്നെയല്ലേ ഫുട്ബോളിന്റെ. ഓരോന്ന് കാണുമ്പോ മണിക്കുട്ടനെ എന്റേതെന്ന് പറയുന്നത് സീനാണ്ട്. നമ്മള് ഞാനല്ല ഇവര് മൂന്നാളും 3 ടീമിന്റെ ആൾക്കാരാണ്. സീനാണ്ട് മേതു വന്നാ അതെയാ. എനക്ക് പിന്നെ ടീമൊന്നുമില്ല. പിന്നെ മേതൂട്ടി പറഞ്ഞോണ്ട് ഞാൻ മേതുവിന്റെ ടീമായി. എനക്ക് ടീമൊന്നുമില്ല. അതുപോലെ തന്നെ മേതൂട്ടി പറഞ്ഞു. മേതൂട്ടി റൊണാൾഡോനാ അന്ന് ഇഷ്ടപ്പെട്ടത്. മേതൂട്ടി അല്ലേ? അപ്പൊ പോർച്ചുഗലായി. മണിക്കൂട്ടന്റെ മണി ആരുണ്ടായില്ലെങ്കിലും മണിക്കൂട്ടന്റെ വലിയ ബാനർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം. നമ്മുടെ ക്ലബിലെ ടീമെല്ലാം കൂടിയിട്ട് മണിക്കൂട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ക്ലബിന്റെ അടുത്ത് ഇപ്പൊ കൊറേ എണ്ണം ഉണ്ട് കേട്ടോ. പല ടീമിന്റെയും പല ഫ്ലെക്സുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ മേതൂട്ടിന്റെ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേതൂട്ടിന്റെ ഒരു ടീം ഒത്തു വന്നിട്ടില്ല. കുറച്ചുപേര് അടിക്കണം എന്നെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒത്തു വന്നിട്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് ഒന്ന് ചെയ്യണോന്ന് വെച്ചിട്ട് നിന്നതാണ്. പിന്നെ അതിനുള്ള ഒരു സാഹചര്യം ഒത്തിട്ടില്ല. അങ്ങനെ നമ്മ പറ്റുമെങ്കിൽ മേതൂട്ടിന്റെ ഒറ്റക്കായിട്ടൊന്ന് അടിക്കും. റൊണാൾഡോനെ ഇങ്ങനെ തോളത്ത് കൈയിട്ടിട്ട് ഇതേതാ കണ്ണട ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ. സ്റ്റൈലിന് വെച്ചതായിരുന്നു. ഗ്ലാസ് എങ്ങനെ ഞാൻ ഒന്നും ഊരിയിട്ടാ ഉണ്ടായത്. കാണുന്നില്ല ഇവരെങ്ങനെ എടുക്കുമ്പോ പൊട്ടിയത് തോന്നുന്നു. പിന്നെ മറ്റേത് പിന്നെ ഞാനത് ഊരിയാടെ വെച്ചു. അപ്പൊ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോർച്ചുഗലും നമ്മുടെ ബ്രസീലും വന്ന് നമ്മളെ വീട്ടിൽ ഇവര് വലിയ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതുവരെ ഒരു കളി വരെ ഇവരാരും കണ്ടിട്ടില്ല. കളി കാണുന്നില്ലല്ലോ. നമ്മൊരു ടീമിന് എല്ലാരും കൂടി ഇതാകുന്നതിനും ഫുട്ബോൾ ഒട്ടുമിക്ക പേരും കാണില്ല. ഈ കളി എന്ന് പറയുന്നത് പൊലച്ചക്കാണ് രാവിലെ അല്ല മണിക്കൂട്ട. ഒരു കാര്യം പറയാം. ഇവനില്ലേ 5:30 ആകുമ്പോ ഏത് കളിക്കാരന് ഫുട്ബോൾ 10 മണിയായിരിക്കും ചിലപ്പം. 10 മണിയാകുമ്പോ അപ്പാട് അച്ചാട്ടം ഫുട്ബോൾ. ഇവൻ കുറച്ചല്ലേ കാണില്ല. അങ്ങനെ ആരും കളി കാണുന്നവരൊന്നുമില്ല. ഞാൻ ഒരു കളിയായിട്ടും കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ 6 അത് ഞാൻ ഇടന്ന് വർക്കൗട്ട് നമ്മളെ ജിമ്മിന്റെ അടുത്തുനിന്ന് അത് കുറച്ചൊരു ചെറിയ സമയം കണ്ടത്. അത് രാവിലെ ഇല്ല കളി 8-9 മണിയാ. അങ്ങനെയുള്ള ഒരു കളിയിലായിട്ട് എനക്കൊന്ന് മെയിൻ ടീമിന്റെ എല്ലാം കളി എത്തിയാ. ഇവരെ റൊണാൾഡോന്റെ ഇതെല്ലാം കളി കഴിഞ്ഞു. ബ്രസീലിന്റെ എല്ലാം കഴിഞ്ഞു. ബ്രസീലിന്റെ ഒരു കളി കഴിഞ്ഞു. പോർച്ചുഗലിന്റെ ഒരു കളി കഴിഞ്ഞു. അർജന്റീനന്റെ കളി. ഇതിപ്പോ നമ്മൾ ഈ കളി അതിനെ കുറിച്ച് അറിയാത്തവര് സംസാരിക്കുന്ന സംസാരാട്ടാ ഇത്. അതുകൊണ്ട് ഡെയിലി കണ്ട് കളിനെ പറ്റി അറിയുന്നവരുടെ ഇവരെന്തോന്നാ ഈ പറയുന്ന പറയും. അതെ. അങ്ങനെ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ബ്രസീലും പോർച്ചുഗലും ഇല്ലത്. നമ്മ റൊണാൾഡോ ഫാനാണ്. ഞാനും മേതൂട്ടി മണിക്കൂട്ടൻ നെയ്മർ ഫാൻ ബ്രസീൽ. അപ്പൊ ആരാന്ന് വിജയിക്കാന്ന് മേതൂട്ടി ആരാന്ന് കപ്പ് കൊണ്ട് പോവാ. ഞാനിനി ഇങ്ങനെ പിടിക്കാം. ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞു എന്റെ കൈവേദന. കപ്പ് എന്തായാലും റൊണാൾഡോ എടുക്കുന്നതാണ് മേതൂട്ടി. അപ്പൊ നടക്കൂല. നെയ്മർ വിട്ടുകൊടുക്കൂല. നോക്കാം ആരാന്ന് ഇപ്രാവശ്യം കപ്പ് തൂക്കലെന്ന്. റൊണാൾഡോ വിട്ടുകൊടുക്കൂല. അപ്പൊ റൊണാൾഡോ ഫാൻസും നെയ്മർ ഫാൻസും അപ്പൊ നിങ്ങൾ ആരുടെ ഫാൻസ് ആണെന്നുള്ളത് ഇത് കാണുന്നവരൊന്ന് കമന്റ് ഇടണേ. നോക്കല്ല നമുക്ക് മേതൂട്ടിന്റെ കൂടെയാണോ ആൾക്കാര് മണീന്റെ ഫാൻസ് ആണോ കൂടുതലാണ്. അങ്ങനെയല്ല റൊണാൾഡോന്റെ ഫാൻസ് ആണോ പിന്നെ നെയ്മറിന്റെ ഫാൻസ് ആണോ പോർച്ചുഗലാണോ കൂടുതൽ. നമുക്ക് നോക്കാലോ ഏതോ കൂടുതൽ. അവർക്ക് ഇഷ്ടമില്ലതാവുന്നല്ലേ അല്ലേ. നോക്കാം നമുക്ക്. അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തി സീനാട്ടാ. പോയില്ലെത്തി. അതെ. ഒരാള് ഫോട്ടോ ആക്കിയിട്ടുണ്ട്. ജിമ്മിലിട്ടിട്ട് എന്നാക്കിയത് ചൈനക്കാരി ഫേസ്. ഓളെ ഫോട്ടോ ഓളെ എടുത്തിട്ട് ചൈനക്കാരി ഫേസ് ആക്കി അല്ലേ. മണിക്കൂട്ടന്റെ മുടികൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളെടുത്ത പണിയായത് അല്ലേ. ജപ്പാൻകാരി ഫേസ്. എന്നാ പറയുന്ന മണി
മണീന് മുടി മുറിച്ചത് ശരിയായില്ല. ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? നമ്മള് വരുന്ന ഇവിടെ ബോധിയിൽ വരുന്നതാണ്. അപ്പൊ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏതോ പുതിയ ചെക്കനാന്ന് തോന്നുന്നു. എല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട് ഇവന്റെ. മണിക്ക് സാറ്റിസ്ഫാക്ഷനേ ഇല്ല, മുഖം ഒരു എന്തോ പോലെ. മണിയില് ആകെ കൊളാക്കിയിട്ടേ സ്കൂളിൽ നിന്ന് എടുത്ത് പുറത്താക്കുമെന്ന് അറിയില്ല. തിങ്കളാഴ്ച ഒന്നും കൂടി മുടി മുറിക്കേണ്ടി വരും തോന്നുന്നു. മൊട്ടയടിച്ചാൽ നമുക്ക് പോയിട്ട് കാണാൻ ഭംഗിയില്ല. മേതൂട്ടിന് രക്ഷപ്പെട്ടു മുടി മുറിക്കാണ്ട്. അപ്പൊ നമ്മളിങ്ങനെ തളിപ്പറമ്പെന്ന് എങ്ങോട്ടാ സീനട്ടാ? ഇങ്ങനെ പറഞ്ഞിട്ട് ബോധിയിലേക്കെല്ലാം വന്നു. അതെന്താ അറിയോ, ആ ഇതിന്റെ അല്ല ഓരോരിക്ക കട്ട് ചെയ്യുന്ന ആൾക്കാര് മാറിയില്ലേ, അതിനനുസരിച്ചിട്ട് മാറും. അങ്ങനെ തന്നെയാണ്. പുതിയതായതുകൊണ്ടായിരിക്കും ചെക്കന് മുറിക്കാനും അറിയില്ല. ഒന്ന് ഇങ്ങനെ കൈ സാറില്ല, എന്തായാലും മുടിമുറി കഴിഞ്ഞല്ല. അധികം നമുക്ക് ബോറായിട്ടുള്ള നാളെ നമുക്ക് വേറെ മുറിക്കാം, ഒന്ന് അടിയെ മുറിക്കാം. ഇത് കാണുമ്പോ അതാണ്. മേതൂട്ടി നടന്നോ? അപ്പൊ ആദ്യമായിട്ടാണ് മണിക്കുട്ടന് മുടി മുറിച്ചിട്ട് ഇത്രയും പരാതികൾ പറയുന്നേ. തീരെ ഇഷ്ടപ്പെട്ടില്ല. ആട് നമ്മള് കുറച്ച് പറഞ്ഞു, എന്നാലും വണ്ടി കയറിയാൽ ഇതന്നെ പറയുന്നു, എനക്ക് ഇഷ്ടായിട്ടാ മുടി അങ്ങനെ വലിച്ചിന് ഇങ്ങനെ വലിച്ചിന്. ഇപ്രാവശ്യം ശരിയായിട്ടേ ഇല്ല അല്ല സീനാട്ടാ? കുറച്ച് മോശമായി പോയി. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ചെക്കനൊക്കെ ഒന്ന് മുടി അപ്പൊ മണിക്കുട്ടൻ ഇന്ന് സമാധിപ്പിക്കാനാ? സമാധാനിപ്പിക്കാൻ സമാധി തെറ്റിപ്പോയിട്ടാണ്. സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് മണിക്കുട്ടൻ പറഞ്ഞു. സമാധാനിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടി വെച്ചു. മണിക്കൂട്ടം പറഞ്ഞു മന്തി മേടിച്ചാ ഞാൻ എല്ലാം കൂടി ശരിയാവും, എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മളിപ്പം അടുത്തേക്ക് പോന്ന് മന്തി കഴിക്കാൻ വേണ്ടിട്ട് പോന്ന്. മേതൂട്ടിനെയും മണിക്കൂട്ടിനെയും കൂട്ടിട്ട് നമ്മള് മന്തി കഴിക്കാം. അപ്പൊ എല്ലാവർക്കും കൊണ്ട് നല്ല വിശപ്പുണ്ട്. മേതൂട്ടി ഓരോരിക്കും ഓരോന്നാ പറയല്ലേ. അധികം പോയി കഴിഞ്ഞാ പറയും ഫ്രൈഡ് റൈസ് അല്ലേ, ഇന്ന് എന്നാന്നറിയില്ല. ഇന്ന് ഒരാള് പറഞ്ഞു എനക്ക് മന്തി മതി. എന്ത് പറ്റി? നമ്മള് കൊറേ ആയിട്ടാ മന്ത്രി കഴിച്ചിട്ട്. ഫുള്ള് തെറ്റലാന്നല്ലോ. ഇന്ന് ഫുള്ള് തെറ്റലാണ്, എല്ലാം തെറ്റല ഇന്ന്. അപ്പൊ നമ്മള് നേരെ മന്തി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാ മേടിച്ചത്? ഡേറ്റ്സ്, ഈത്തപ്പഴം അല്ലേ? ഇന്നലെ റെഡ് കളറാ വാങ്ങിച്ചത് അല്ലേ? ഇന്നലെ ഇതേപോലത്തെ നമ്മള് ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായി, പക്ഷെ അത് വല്ലാണ്ട് ചവർക്കും. നല്ല ചവർക്കും. ഒരു മഞ്ഞ വാങ്ങിയില്ലേ, അത് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മേതൂട്ടി? ടേസ്റ്റ് ഉണ്ടോ? രസമുണ്ടോ? രസമുണ്ടോ? അതെ, രസമുണ്ടല്ലേ? കാര്യം അതെല്ലേ? അല്ലേ റംബൂട്ടാനാ എടുത്തത്? പോവാന്നാല് അമ്മാമ്മേ മന്തി. അമ്മക്ക് മന്തി ഇഷ്ടല്ല. ആള് മാറിയല്ല, ഇതേതാ പുതിയ കുട്ടി? നമ്മളൊപ്പരം വന്നത് തന്നെയല്ലേ? അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എത്തി. മണിക്കൂട്ടം കുളിക്കാൻ കയറി, മുടി മുറിച്ചിട്ടെല്ലാം വന്നല്ലേ, നമ്മളെല്ലാം കുളിച്ചിട്ടല്ലേ, നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു. അപ്പൊ അങ്ങനെ മന്തി അമ്മക്ക് കൊണ്ടുവന്നു. അമ്മക്ക് ഇഷ്ടമല്ലെന്നാ പറയുന്നത് മന്തി. അമ്മ കഴിച്ചു. അമ്മ ഇങ്ങനെ ഇല്ല പുറത്തില്ലേ, അമ്മക്ക് വീട്ടിലെ ചോറ് തന്നെ വേണം. ഒരു പിടിയായെങ്കിൽ ഒരു പിടി അല്ലേ മേ? ഇനി മാങ്ങ കഴിക്കാം. കുറച്ച് മാങ്ങയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഇതുപോലത്തെ അല്ലമ്മേ, നമ്മുടെ ചോന്നല്ല വാങ്ങിനി. ഇത് മഞ്ഞ, ചോന്നത് ഭയങ്കര ചവർപ്പായിരുന്നു അല്ലേ? ഇത് ചവർപ്പില്ലാന്ന് പറഞ്ഞേ. ഒന്ന് കഴുകി കഴിച്ചു. അത് ഇത് ചവർപ്പില്ല. നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി,
ഇത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അമ്മാമക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങൾ മാത്രമേ കഴിക്കൂ. മന്തിയൊന്നും ന്യൂജന്റെ ഒന്നും സാധനം വേണ്ട അല്ലേ? ഹോട്ടൽ ഫുഡ് ബേക്കറി ഫുഡ് അങ്ങനത്തെ ഒന്നും കഴിക്കൂല. പഴയ ശീലാണ് നമുക്ക് പണ്ടേ ഇങ്ങനെ. അമ്മേന്റെ മെയിൻ ഐറ്റം ഞനക്ക് തോന്നിയത് ചക്ക. അമ്മ പെട്ടെന്ന് കപ്പ ഇന്നലൊക്കെ നമ്മ മുതിരക്കിഴങ്ങ് ആക്കിയത് അതെല്ലാം നമുക്ക് ഇഷ്ടമാണ്. നല്ല ഫുഡ് അതാണ്. നമുക്ക് നല്ലത് അറിയാത്തോണ്ട് തന്നെ. എങ്ങനെയുണ്ട് അമ്മേ? ആ ഇന്നലത്തെ പോലെയാണെന്ന് പറ. എന്തെങ്കിലും മാറ്റമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ചവർപ്പുണ്ടോ? മധുരമുണ്ട് അല്ലേ? ചവർപ്പില്ലല്ലോ. ആ അപ്പൊ ഇത് നല്ലതാണെന്ന് അവര് പറഞ്ഞു. ഇന്നലത്തെ പിന്നെ കുറച്ച് ചവർപ്പായി പോയി. വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.